കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, സൗത്ത് കൊറിയയുടെ ഐലൻഡിൽ താമസിക്കുന്ന ജനങ്ങളെ സൗത്ത് കൊറിയൻ ഭരണകൂടം പുറത്തുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കുമ്പോഴാണ് നമുക്കെതിരെ നോർത്ത് കൊറിയയുടെ ഭാഗത്തു നിന്നും 200-ൽ പരം ബോംബുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ ഒരു യുദ്ധം നടക്കാൻ സാധ്യതയുണ്ടോ എന്ന തലക്കെട്ടോടെ പല മാധ്യമങ്ങളും അവരുടെ വാർത്തകൾ പുറത്തുവിടാൻ ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അമേരിക്കയുടെ B-1B ലാൻസർ എന്ന വിമാനം അത് ആക്സിഡന്റ് ആയിരിക്കുന്നു. ആ വിമാനത്തിന് എങ്ങനെ അപകടമുണ്ടായി എന്നും അതുമായി ബന്ധപ്പെട്ട വിചാരണയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും അമേരിക്ക അറിയിച്ചിരിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളും റഷ്യ ഉക്രൈൻ യുദ്ധവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുകയാണെങ്കിൽ, രണ്ടിലും നോർത്ത് കൊറിയ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. നോർത്ത് കൊറിയയുടെ മിസൈലുകളാണ് ഇപ്പോൾ റഷ്യ വിക്ഷേപിക്കുന്നത് എന്ന് UK പറയുന്നുണ്ട്, അമേരിക്കയും പറയുന്നുണ്ട്. ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രാത്രിയിൽ റഷ്യയുടെ ആക്രമണം വളരെയധികം ശബ്ദമില്ലാതെയാണ് നടന്നത് എങ്കിൽ കൂടി ആ ആക്രമണം വളരെ ശക്തമായാണ് നടന്നത് എന്നത് നിഷേധിക്കാൻ പറ്റില്ല. ആദ്വിക ഭാഗത്ത് റഷ്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് കൊറിയയുമായി ബന്ധപ്പെട്ട ഈ ഒരു വാർത്ത റഷ്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഈ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നോർത്ത് കൊറിയയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന റഷ്യക്ക് നഷ്ടമല്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. റഷ്യക്കെതിരെ ഓൾറെഡി നിരവധി രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു. റഷ്യക്കെതിരെ നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല നോർത്ത് കൊറിയക്കെതിരെയും നിരവധി പേർ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നോർത്ത് കൊറിയയെ നേരിടാൻ സൗത്ത് കൊറിയയുടെ സപ്പോർട്ട് രാജ്യങ്ങൾ വരണം. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക വരും, അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും വരും. അമേരിക്കയ്ക്ക് തന്നെ ഇതുവരെ സോൾവ് ചെയ്യാൻ പറ്റാത്ത നിരവധി പ്രശ്നങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റ് കത്തുമ എന്ന തരത്തിൽ ഇറാന്റെ പ്രശ്നവും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഹൂതീസ് അവരുടെ ആക്രമണം നടത്തുന്നു, മറ്റൊരു ഭാഗത്ത് ഹമാസ്, ഹിസ്ബുള്ള ഇവരുടെ പ്രശ്നത്തിൽ ഇസ്രയേൽ കുടുങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അമേരിക്കയ്ക്ക് ചുറ്റിലുമുണ്ട്. ഇതിലെല്ലാം അമേരിക്ക ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതും നമുക്കറിയാം. ഈ പ്രശ്നങ്ങളിലെല്ലാം അമേരിക്കയുടെ പണം കളിക്കുന്നുണ്ട്, അമേരിക്കയുടെ മിലിറ്ററി ആയുധങ്ങൾ കളിക്കുന്നുണ്ട്, അമേരിക്കയുടെ വിമാനങ്ങൾ കളിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം വലുതായി മാറിയാലും അമേരിക്കയ്ക്ക് തലവേദന തന്നെയാണ്. അതുപോലെ തന്നെ 2024 ഇലക്ഷൻ എന്നത് അമേരിക്ക വിചാരിച്ചത്രയും സുലഭമായി നടക്കില്ല. നോർത്ത് കൊറിയ വേഴ്സസ് സൗത്ത് കൊറിയ എന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അമേരിക്കയുടെ ശ്രദ്ധ സൗത്ത് കൊറിയയിലേക്ക് പോകും. അങ്ങനെ സൗത്ത് കൊറിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അമേരിക്ക ഉക്രൈനെ തിരിഞ്ഞുപോലും നോക്കാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ഉക്രൈനെ ആരെങ്കിലും ആക്രമിച്ചാൽ മാത്രം അമേരിക്ക തിരിഞ്ഞു നോക്കുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളും അതേപോലെ തന്നെ അമേരിക്ക പറയുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സഹായിക്കാം, അമേരിക്ക പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ സഹായിക്കില്ല എന്നൊരു സ്റ്റാൻഡോടെ മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ ഉക്രൈനെ കൈവിടും. ഇതേ രീതിയിൽ തന്നെയാണ് അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ. അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്തെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ചതിച്ചതായുള്ള ചരിത്രം മാത്രമേ നമുക്കുള്ളൂ. അഫ്ഗാനിസ്ഥാൻ മുതൽ ഇപ്പോൾ ഉക്രൈൻ വരെ ആ ലിസ്റ്റ് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് മ്യൂട്ടഡ് ഓവർനൈറ്റ് അറ്റാക്ക് റഷ്യ 4-ാം തീയതി രാത്രി നടത്തിയിരുന്നു. അടുത്തതായി ഉക്രൈന്റെ ഫോറിൻ മിനിസ്റ്റർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ 2024 ഇലക്ഷൻ റിസൾട്ടിനായി കാത്തിരിക്കുന്നു എന്നതാണ്. അഥവാ 2024 ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് ജോ ബൈഡൻ വിജയിക്കാതെ ട്രംപ് വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിലപാട് എന്ന ചോദ്യം ഉയർന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ട്രംപുമായി പ്രവർത്തിക്കാനും കാത്തിരിക്കുകയാണ്. ട്രംപുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ജോലിയിൽ ഏർപ്പെടാമെന്ന ലിസ്റ്റും ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് വന്നാലും ജോ ബൈഡൻ വന്നാലും ഞങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. അമേരിക്ക ഇനിയും ഞങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസവും ഉണ്ട്. ഞങ്ങളുടെ ഫോറിൻ പോളിസിയിൽ യാതൊരു മാറ്റവും വരില്ല. എന്നാൽ ഞങ്ങൾക്ക് സ്ട്രാറ്റജിക് ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വരുമെന്ന് വിചാരിച്ച് ആ ഒരു തരത്തിൽ ഉക്രൈൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്. കാരണം അമേരിക്കയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അതുപോലെയാണ്. ആദ്വിക ഭാഗത്ത് ഞങ്ങൾ മുന്നേറിയിട്ടുണ്ട്, ഞങ്ങൾക്ക് മുന്നേറ്റം മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് റഷ്യയുടെ ഡിഫൻസ് മിനിസ്ട്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നു. അതും ഒഫീഷ്യലായിട്ടാണ് പുറത്തുവിട്ടത്. അടുത്തത് പുടിൻ ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റഷ്യൻ സൈനികത്തിൽ റഷ്യക്ക് അനുകൂലമായി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, പുറം രാജ്യത്തുള്ള ആരെങ്കിലും റഷ്യയിൽ വന്ന് റഷ്യൻ സൈനികത്തിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റഷ്യയിൽ പൗരത്വം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് നിയമമാക്കി പുടിൻ മാറ്റിയിരിക്കുന്നു. ആർക്ക് വേണമെങ്കിലും വരാം, വന്നു കഴിഞ്ഞാൽ തീർച്ചയായും റഷ്യയുടെ സിറ്റിസൺഷിപ്പ് ലഭിക്കും. ഈ ഒരു നിയമത്തെ നിരവധി പേർ അനുകൂലിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. സെവസ്റ്റോപോൾ ഭാഗത്തും എയർ റൈഡ് അലാം മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു എന്ന ഒരു അറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട്. ക്രീമിയ ഭാഗത്ത് ഏകദേശം GMT ടൈം പ്രകാരം 2 മണിയോടുകൂടി തന്നെ വലിയ രീതിയിൽ ഒരു ആക്രമണം നടന്നു. ഗൈഡഡ് മിസൈൽസും ഡ്രോണുകളും വിക്ഷേപിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 10 മിസൈൽസ് ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു എന്നൊരു അറിയിപ്പ് റഷ്യ പുറത്തുവിട്ടിരിക്കുന്നു. ഉക്രൈനും വെറുതെ ഇരിക്കുന്നില്ല. അവർക്ക് എത്രത്തോളം റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം മിസൈൽസ് വിക്ഷേപിക്കാൻ പറ്റുമോ, എത്രത്തോളം ഡ്രോൺസ് വിക്ഷേപിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ എത്രത്തോളം അവരുടെ ലേറ്റസ്റ്റ് ടെക്നോളജി റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെയും ചെയ്യുന്നുണ്ട്. റഷ്യ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈഡഡ് മിസൈൽസ് ആണ് അവർ വിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു ടെററിസ്റ്റ് ആക്ട് ആണ്. ഇതിന്റെ തിരിച്ചടി വളരെ പെട്ടെന്നുണ്ടാവുമെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നു. അടുത്തത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായി റഷ്യയുടെ ആക്രമണം ഡബിൾ ആയിട്ടുണ്ടെന്നും എന്ത് തന്നെ സേഫ് സോൺ എന്നും പറഞ്ഞ് സേഫ് സോൺ നിർമ്മിച്ചു വെച്ചിരുന്നാലും ആ സോണുകളിലും ആക്രമണം നടക്കുന്നുണ്ട് എന്ന വിവരം IAEA സംഘടന പോലെ മറ്റു പല സംഘടനകളും പറയാൻ ആരംഭിച്ചിരിക്കുന്നു. ഇതേ IAEA സംഘടന മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, സാപ്രീസിയ റീജിയൻ, അതായത് ഉക്രൈൻ കൺട്രോളിലുള്ള സാപ്രീസിയ ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്ക് പോകാൻ അനുമതി ലഭിക്കുന്നുണ്ട്. എന്നാൽ റഷ്യയുടെ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാത്തിനും കൂടി പലിശയും മുതലുമായി ചേർത്ത് റഷ്യക്കെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ബെൽജിയം അവരുടെ 2 F-16 വിമാനങ്ങളെ ഡെൻമാർക്കിലേക്ക് അയക്കാൻ പോകുന്നു. 2 F-16 വിമാനങ്ങൾ മാത്രമല്ല 50 ഇൻസ്ട്രക്ടേഴ്സിനെയും അയക്കാൻ പോകുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പ് നോർവേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ 2 F-16 വിമാനങ്ങൾ ഡെൻമാർക്കിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ബെൽജിയവും 2 F-16 വിമാനങ്ങൾ കൊടുത്തുവിടാൻ പോകുന്നു. പക്ഷേ 50 ഇൻസ്ട്രക്ടേഴ്സിനെയും കൂടി അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെയാണ് F-16ന്റെ കോംപ്ലക്സിറ്റി പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഉക്രൈൻ സൈനികർക്ക് ഈ F-16 ട്രെയിനിങ് 1 വർഷത്തേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡെൻമാർക്ക് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും ഉക്രൈന് വേണ്ടി F-16 ട്രെയിനിങ് കൊടുക്കാമെന്നും പറഞ്ഞ് അവർ തന്നെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേഴ്സൺ ഭാഗത്ത് ഒരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ മരണപ്പെട്ടു എന്ന വാർത്തയും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അടുത്തത് ബലിസ്റ്റിക് മിസൈൽസ്. പൊതുവെ പോളണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് റേഞ്ച് വെപ്പൺ ഉക്രൈന് കൊടുക്കൂ. റഷ്യക്കെതിരെ ഉക്രൈൻ ആക്രമണം നടത്തണമെങ്കിൽ ലോങ് റേഞ്ച് വെപ്പൺ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഉക്രൈൻ ഇപ്പോൾ ഗൈഡഡ് മിസൈൽസും വിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇപ്പോൾ UK പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോർത്ത് കൊറിയയുടെ ബലിസ്റ്റിക് മിസൈൽസ് ആണ് റഷ്യ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ബലിസ്റ്റിക് മിസൈൽ മാത്രമല്ല, നിരവധി ആർട്ടിലറി ഷെൽസും നോർത്ത് കൊറിയയുടെ ഭാഗത്തു നിന്നും റഷ്യയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. വലിയ ഷിപ്മെന്റ് ഒക്കെയും നടന്നിട്ടുണ്ട്. നോർത്ത് കൊറിയക്കെതിരായ നടപടികൾ സ്വീകരിക്കണമെന്ന് UK പറഞ്ഞുകൊണ്ടിരിക്കുന്നു. UK ഈ ഒരു കാര്യം മാത്രം അടിസ്ഥാനമാക്കിയല്ല ഈ ഒരു വിഷയം പറഞ്ഞിരിക്കുന്നത്. അവർ നിരവധി റിസർച്ചുകൾ നടത്തി നിരവധി തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട്. നോർത്ത് കൊറിയയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റഷ്യക്ക് അനുകൂലമായ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആയുധങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നോർത്ത് കൊറിയയുടെ ഈ ആയുധങ്ങൾ വെച്ചായിരിക്കാം ഉക്രൈനെതിരെ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും റഷ്യക്ക് ഇനിയും ആയുധങ്ങൾ ആവശ്യമാണ്. അതിനേക്കാൾ കൂടുതൽ ഉക്രൈന് ആവശ്യമാണ് എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ വരുമ്പോൾ നോർത്ത് കൊറിയയുടെ ആയുധങ്ങൾ റഷ്യയിലെത്തിയതും റഷ്യ ആ ആയുധങ്ങൾ വെച്ച് ഉക്രൈനെതിരെ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു ഭീഷണി തന്നെയാണ്. ഇതേ നോർത്ത് കൊറിയ സൗത്ത് കൊറിയക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത്. അടുത്തത് 1000 പാട്രിയോട്ട് മിസൈൽസ്. ഈ 1000 പാട്രിയോട്ട് മിസൈൽസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6 ബില്യൺ എങ്കിലും വേണ്ടേ? യെസ്, 6 ബില്യൺ കൊടുത്ത് 1000 പാട്രിയോട്ട് മിസൈൽസ് വാങ്ങി നാറ്റോ ഉക്രൈന് കൊടുക്കാൻ പോകുന്നു. ഈ 1000 പാട്രിയോട്ട് മിസൈൽ ലഭിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ എയർഫോഴ്സിനെ ഒരു പാഠം പഠിപ്പിക്കാമല്ലോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതെ. പക്ഷേ ഈ 1000 പാട്രിയോട്ട് മിസൈൽസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഈ പാട്രിയോട്ട് മിസൈൽസ് വാങ്ങിക്കാനായുള്ള $5.6 ബില്യൺ, അതായത് 6 ബില്യൺ അമേരിക്കൻ ഡോളറിന് ഇവർ കൊടുക്കുന്ന കണക്ക് എന്തായിരിക്കും? മാത്രമല്ല ഇതിന്റെ അടുത്ത ഘട്ടമായി കടം വാങ്ങി ഇതിനെ റീഫില്ലൊക്കെ ചെയ്യുമോ എന്ന പല ചോദ്യങ്ങളുമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഏകദേശം റഷ്യ ഉപയോഗിച്ചിരിക്കുന്ന മിസൈലുകളുടെ എണ്ണം 450 ആണെന്നും 60 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയും 300 ഡ്രോൺസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഉക്രൈനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റഷ്യ ചെയ്യുന്ന ഈ ആക്രമണത്തിന് ഭയപ്പെടാതെ അവരും പ്രത്യാക്രമണം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.